എന്നിതാ പച്ചയായി മൈക്ക് കെട്ടിയിട്ട് ഉസ്താദന്മാര് പ്രസംഗിക്കുന്നു. ഞാൻ വ്യക്തിപരമായ തേജോവധം നടത്തുകയല്ല, ആക്ഷേപം നടത്തുകയല്ല, കുത്തിപ്പറയുകയല്ല, ഏതെങ്കിലും സംഘടനകളെ അടിച്ചാക്ഷേപിക്കണമെന്നതല്ല. ഈ സംസാരത്തിന്റെ ഉദ്ദേശം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ആളുകളോട് ഒരു നിലക്കും മോശമായ നിലക്ക് സംസാരിക്കുന്ന ശൈലിയുമില്ല. മറിച്ച് ഹക്ക് പറയുമ്പോ ബാത്തിലിനെ തുറന്നു കാണിക്കണമല്ലോ. ഹക്ക് പറയുമ്പോ ബാത്തിൽ തുറന്നു കാണിക്കണമല്ലോ. ആ ബാത്തിലിനെ എടുത്തു പറയുമ്പോൾ സഹോദരങ്ങളെ ചിലപ്പോൾ ചെറിയ വേദനകൾ ഉണ്ടായേക്കാം. അത് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ തരുന്നത് പോലെ നിങ്ങൾ കരുതിയാൽ മതി. രോഗം മാറാൻ വേണ്ടി ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ഡോക്ടർ ക്രൂരനല്ല എന്ന് നമുക്കറിയാമല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ആ രൂപത്തിൽ അതിനെ കണ്ടുകൊണ്ട് നാം വ്യക്തമായ നിലക്ക് മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് മനുഷ്യനോട് പഠിപ്പിച്ച ഈ ആദർശം പരിശുദ്ധ ഖുർആനിലൂടെ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ നാടുകളിൽ ഉസ്താദന്മാര് പറയാണ്, നിങ്ങൾ പേടിക്കേണ്ട ജനങ്ങളെ, എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ CM മടവൂരിനെ വിളിച്ചോ, CM മടവൂരിനെ വിളിച്ചോ. പച്ചക്ക് പറയാണ്, CM നമ്മുടെ കൂടെയില്ലേ, CM വലിയുള്ളാഹി കൂടെയുണ്ട്. ഇനി എല്ലാ പ്രശ്നത്തിനും CM മതി നമുക്ക്. എന്ത് പ്രശ്നമുണ്ടോ CM-നെ വിളിച്ചാ പ്രശ്നം തീരുന്ന. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്ര ഗൗരവമാണ് സഹോദരങ്ങളെ, എത്ര ഗൗരവമുള്ള വാക്കാണിത്. അള്ളാഹുവിൽ നിന്ന് ഔലിയാക്കളിലേക്ക്, എന്നിട്ടതിന് കറാമത്തിന്റെ കഥകൾ പറയുകയാണ്, കറാമത്തിന്റെ കഥകൾ പഠിപ്പിക്കുകയാണ്. അത് ചൂഷണത്തിന്റെ മാർഗമാണെന്ന് മനസ്സിലാക്കണം. നാടുകളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ മേഖലയാണ് കറാമത്ത് വിറ്റഴിക്കുക എന്നത്. ഒന്ന് മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം ഇസ്ലാമിൽ വലിയില്ല എന്നല്ല. ഇസ്ലാമിൽ ഔലിയുണ്ട്, ഇസ്ലാമിൽ വലിയുണ്ട്. ആ കാര്യത്തിൽ തർക്കല്ല, ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അടിവരട്ട് മനസ്സിലാക്കിക്കോ. ആരാ ഔലിയ, ആരാ വലിയ? അലാ ഇന്ന ഔലിയ അല്ലാഹ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെന്ന് നിങ്ങൾ അറിയണം. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം, അവരൊന്നിനെയും ഭയപ്പെടാത്തവരാണ്. അല്ലാഹനെ മാത്രം ഭയന്ന് ജീവിക്കുന്നവരാണ്. മാത്രമല്ല വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കാത്തവരാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വല്ലദീന ആമനൂ, വിശ്വാസികളായിരിക്കും അവർ. വകാനൂ യത്തഖൂൻ, അവർ തഖ്വ കൈവരിച്ച് ജീവിക്കുന്നവരായിരിക്കും. ഇത് വലിയന്റെ ക്വാളിറ്റിയാണ്, ഇത് ഔലിയാഇന്റെ ക്വാളിറ്റിയാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ ഖുർആനിലും ഹദീസിലും പറഞ്ഞ വലിയ ഇങ്ങനെയായിരിക്കും. ഇത് നമ്മൾ നിഷേധിക്കുകയല്ല. ഇസ്ലാമിൽ ഔലിയുണ്ട്, ഇസ്ലാമിൽ വലിയുണ്ട്, ഇസ്ലാമിൽ കറാമത്തുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബിയുടെ മുന്നിൽ പ്രകടമായ ഒരു കറാമത്താണല്ലോ മറിയം ബീവിക്ക് അള്ളാഹു ഭക്ഷണം ഇറക്കി കൊടുത്തത്. സക്കരിയ നബിയുടെ കണ്ണുകൊണ്ട് കണ്ടത് ചരിത്രത്തിലില്ലേ? സൂറത്തു മറിയം എടുത്ത് പരിശോധിച്ചാൽ കാണാം, അതിന്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ കാണാം. ഭക്ഷണം കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കുന്നു, അന്നാ ലക്കി ഹാദാ, എവിടെന്നാ മറിയമേ നിനക്ക് ഭക്ഷണം കിട്ടിയത്? വലിയത്തായ മറിയം ബീവിനോട്, മറിയം ബീവി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയാണ്, ഇതിന്റെ റബ്ബ് നേരിട്ട് ഇറക്കി തന്നതാണ്, ഇത് അല്ലാഹ് നേരിട്ട് ഇറക്കി തന്നതാണ്. അപ്പൊ സക്കരിയ നബി പറഞ്ഞില്ല ഇങ്ങനൊന്നും ഇല്ല മറിയമേ എന്നല്ല. സക്കരിയ നബി അവിടെ ചെയ്തത് മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്ത റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. കാഫ് ഹാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹന العظم مني واشتعل الرأس شيبا ولم أكن بدعائك ربي شقيا. ആ സമയത്ത് സക്കരിയ നബി പ്രാർത്ഥിക്കുകയാണ്, മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്ത റബ്ബേ, മറിയം ബീവിക്ക് കറാമത്ത് പ്രകടമാക്കിയ റബ്ബിനെ വിളിക്കുകയാണ്. മറിയമേ നല്ല വിളിച്ചത്, അല്ലാഹുവേ എന്ന് വിളിച്ച് ആ ഏതൊരു റബ്ബാണോ മറിയമിന് കറാമത്തിനെ നൽകിയത്, ആ റബ്ബിലേക്ക് സക്കരിയ നബിയുടെ കൈകൾ ഉയരുന്നു. എന്നിട്ട് പറയാണ്, ഇതാ എന്റെ താടിരോമങ്ങൾ നരച്ചുപോയി റബ്ബേ, എന്റെ മുടിയൊക്കെ നിരയാൽ ബാധിച്ചിരിക്കുന്നു, വെട്ടിത്തിളങ്ങുന്ന മുടിയായിട്ടുണ്ട് നാഥാ, എന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ എനിക്കിതാ
കാലങ്ങളായി എൻ്റെ ആഗ്രഹമാണ്. വയസ്സ് നോക്കൂ നിങ്ങൾ, 100-നോടടുത്ത അല്ലെങ്കിൽ 100 തികഞ്ഞ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയാണ്, റബ്ബേ നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല നാഥാ, നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് നാഥാ. എൻ്റെ ഭാര്യ മച്ചിയാണ്, നല്ല കാലത്തവൾ പ്രസവിച്ചിട്ടില്ല, എന്നാലും നിന്നോട് പ്രതീക്ഷ ഞാൻ വിട്ടിട്ടില്ല. യരിസുനീ വയരിസു മിൻ ആലി യഅഖൂബ വയജ്അൽഹു റബ്ബി റളിയാ. പടച്ചോനെ, എനിക്ക് നീ ഒരു വാരിസിനെ നൽകണേ നാഥാ എന്ന് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്താനത്തിന് വേണ്ടി തേടിയ ഘട്ടം സഹോദരങ്ങളെ പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കറാമത്ത് കണ്ടപ്പോ ആ കറാമത്ത് കൊടുത്ത റബ്ബിലേക്കാണ് കരങ്ങൾ ഉയർത്തിയതെങ്കിൽ നമ്മുടെ നാടുകളിൽ കറാമത്തിന്റെ കഥകൾ പറയുന്നത് എന്തിനാ? ഈ പറഞ്ഞ കറാമത്തിനെ മറച്ചു വെച്ച് ഇസ്ലാം പഠിപ്പിക്കാത്ത പല കറാമത്തിന്റെ കഥകളും നാട്ടിൽ പ്രചരിപ്പിക്കുന്നു. CM ആണ് ലോകം നിയന്ത്രിക്കുന്നത്, ഔലിയാക്കളാണ് ലോകത്തിന്റെ നിയന്ത്രണം നടത്തുന്നത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്, ആകാശത്ത് ഉപരിലോകത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ അള്ളയാണെന്ന് ഖുർആൻ പറയുമ്പോ അത് വലിയകളാണെന്ന് പച്ചയായി മൈക്ക കെട്ടി പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയുമോ? CM മടവൂരിന്റെ ജാറങ്ങളിലേക്ക് ആളുകൾ എത്തണം, ആ ദർഗകളിലേക്ക് ആളുകൾ എത്തണം. ആ ദർഗ കെട്ടി ഉയർത്തിയത് ആ രൂപത്തിൽ ചൂഷണം ചെയ്യപ്പെടാനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ തെറ്റിദ്ധാരണകൾക്ക് വകുപ്പുണ്ട്. അതെന്താ? കണ്ടോ, അവര് സിയാറത്തിനെതിരാണ്, സിയാറത്ത് വേണ്ടാന്നാ പറയുന്നത്. സിയാറത്ത് വേണം, ഇസ്ലാമിൽ സിയാറത്തുണ്ട്. പക്ഷേ സിയാറത്തിന്റെ മറവിൽ ഇന്ന് കരിഞ്ചന്ത നടക്കുന്നു, തട്ടിപ്പ് നടക്കുന്നു, ഗാന്ധിത്തല സമ്പാദിക്കുന്നു. ഇവിടെയാണ് പ്രശ്നം, ഇവിടെയാണ് പ്രശ്നം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സിയാറത്തിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്നറിയുമോ? ഫസൂറുഹാ ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ. നിങ്ങൾ ഖബറിനെ സിയാറത്ത് ചെയ്യണം. ഒരു കാലത്ത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരുന്നു, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് നിങ്ങൾക്ക് നാം വിലക്കിയിരുന്നു, ഇപ്പൊ നിങ്ങൾക്ക് അനുവദിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫസൂറുഹാ, ഇപ്പൊ നിങ്ങൾ സിയാറത്ത് ചെയ്തോ, ലക്ഷ്യം എന്താണ്? ഫസൂറുഹാ, നിങ്ങൾ സിയാറത്ത് ചെയ്തോ, ലക്ഷ്യം എന്താവണം? ഇന്നഹാ തുദക്കിറുകുമുൽ മൗതാ, മരണചിന്തയുണ്ടാക്കി തരാനാണ് ഖബർ സിയാറത്ത്. വഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടാക്കി തരാനാണ് ഖബർ സിയാറത്ത്. ഇത് ഇസ്ലാമിലുള്ള ഖബർ സിയാറത്താണ്, യാതൊരു തർക്കവുമില്ല. നെല്ലും പതിരും നമ്മൾ വേർതിരിക്കണം. ഇത് ദീനിലുള്ള ഖബർ സിയാറത്താണ്. ഖബറുകളിലേക്ക് പോകണം. നമ്മുടെ ഉമ്മാനെ ഖബറടക്കിയ, ഉപ്പമാരെ ഖബറടക്കിയ, നാട്ടുകാരെ ഖബറടക്കിയ നമ്മുടെ നാടുകളിലെ ഖബറുകളില്ലേ, അവിടേക്ക് നമ്മൾ പോകണം സഹോദരങ്ങളെ. അതിലൊന്നും തർക്കമില്ല, അവിടെ സിയാറത്ത് ചെയ്യണം. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ, നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. നോക്കൂ, നിങ്ങൾ ഖബറിലേക്ക്, ഖബർ സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലി സലാമിനെ ചൊല്ലിക്കൊണ്ട് കയറി ചെല്ലണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഈ സലാമിനെ മലക്കുകൾ അവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നാണ് ഹദീസ്. ഇത് റസൂലുള്ള പറഞ്ഞ സിയാറത്താണെങ്കിൽ ഇന്ന് ഈ ഹദീസുകളുടെ മറവ് പിടിച്ചുകൊണ്ട് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ചൂഷണത്തിന്റെ ഒരു മേഖലയാണ് സിയാറത്ത് ടൂറ്. സിയാറത്ത് ടൂർ ചൂഷണത്തിന്റെ മേഖലയാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു ടൂർ ഇല്ല പ്രിയമുള്ളവരെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. അതിലൊന്നാമത്തെ കേന്ദ്രം നമ്മുടെ മക്കയിലുള്ള പള്ളിയാണ്, മസ്ജിദുൽ ഹറമാണ്. അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്. രണ്ടാമത്തേത് മദീനത്തെ പള്ളിയാണ്, മസ്ജിദുൻ നബവിയാണ്. മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 കേന്ദ്രങ്ങളിലേക്കാണ് പുണ്യം പ്രതീക്ഷിച്ചൊരു യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ഹദീസിലില്ലേ? ഉണ്ട്. പക്ഷേ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടൊരു യാത്ര പഠിപ്പിക്കുമ്പോ സിയാറത്തിന്റെ പുണ്യം പറഞ്ഞിട്ട് ജാറങ്ങളിലേക്ക് യാത്ര പുറപ്പെടുന്ന ആളുകളുണ്ട്.
അതേ നാഗൂറിൽ നിന്ന്, അജ്മീറിൽ നിന്ന്, മുത്തുപേട്ടയിൽ നിന്ന്, ഇർവാടിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ട ഒരു തലക്ക നിന്ന് തുടങ്ങി അതിലങ്ങനെ തിരുവനന്തപുരത്ത് കൂടി തിരിച്ചു പോന്ന് പൊന്നാനിയിലൂടെ പോന്ന് വ്യത്യസ്തമായ കേന്ദ്രങ്ങളിലൂടെ സന്ദർശിച്ചുകൊണ്ട് നാടുകളിലേക്ക് എത്തുന്നവർ ഇല്ലേ നമ്മുടെ നാടുകളിൽ? സഹോദരങ്ങളെ, അങ്ങനെ ഒരു സിയാറത്ത് ടൂർ ദീനിലില്ല. അത് ബിദ്അത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്തതാണ്. എന്തിനാണ് അങ്ങനെ ഒരു ടൂർ വെച്ചത്? അതിന്റെ പിന്നിലെ ലക്ഷ്യം സമ്പത്താണ്, ചൂഷണമാണ് അവിടെ നടക്കുന്നത്. വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, സമാനമാണ് ഇവിടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഖബർ കെട്ടിപ്പൊക്കുന്ന ആളുകൾ, കെട്ടി ഉയർത്തിയ ഖബറുകളുടെ ദീനിന്റെ വിധി എന്താ? ഇതും നമ്മൾ പഠിക്കണല്ലോ. കറാമത്തിന്റെ മറവിൽ, മദ്ഹിന്റെ മറവിൽ, അതേ സിയാറത്തിന്റെ മറവിൽ, അതേ നോക്കൂ നിങ്ങൾ, ഇതിന്റെ മറവിലൊക്കെയാണ് ഈ ഖബറുകൾ ഉയരുന്നത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് ശ്രദ്ധിച്ചോ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഖബറുകൾ കെട്ടി ഉയർത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിരിക്കുന്നു, വിരോധിച്ചിരിക്കുന്നു, അയ്യുജസ്സസൽ ഖബറു വഅയ്യുഖഅദ അലൈഹി വഅയ്യുബ്നാ അലൈഹി, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ ഇരിക്കുന്നതിനെ, ഖബറിന്റെ മുകളിൽ കുമ്മായമടിക്കുന്നതിനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയതാണ്, വിരോധിച്ചതാണ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്റെ സംസാരം കേൾക്കുന്നവരോട് ഈ ഹദീസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം, ഈ ഹദീസ് ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ ദീന് പഠിക്കേണ്ടത് പണ്ഡിതന്മാരിൽ നിന്നാണല്ലോ, ഉസ്താദന്മാരിൽ നിന്നാണല്ലോ. ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ചോദിക്കും, ഉസ്താദേ ഈ ഹദീസ് ഇസ്ലാമിൽ, ഈ ഹദീസ് മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചോദിക്കണം, നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ചോദിക്കണം, ഈ ഹദീസ് മുസ്ലിമിന്റെ ഹദീസാണെന്നാ പറഞ്ഞത്, ഇതുണ്ടോ എന്ന് ചോദിക്കുക. അതുണ്ടോന്ന് ചോദിക്കുക. സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് നമ്മുടെ ദഅവ ഫണ്ടിലേക്കുള്ള ചെറിയൊരു ബക്കറ്റുകളെ മുന്നിൽ വരുന്നുണ്ട്. ദഅവത്തിന്റെ ഫണ്ടാണ്, അള്ളാന്റെ ദീന് ദഅവത്ത് നിർവഹിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് സംഭാവനകൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുക. അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത് എന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇതൊന്ന് എഴുതിയിട്ട് കൊണ്ടുപോയി ചോദിക്കുക. ഒരു പക്ഷേ പള്ളിയിൽ നിന്ന്, ഉസ്താദിൽ നിന്ന് ഒരു പക്ഷേ നേരിട്ട് മറുപടി കിട്ടും. ഏത്? ഖബർ കെട്ടിപ്പൊക്കാൻ പാടില്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു ശൈലി ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടായേക്കാം. സത്യസന്ധമായി ദീനിനെ മനസ്സിലാക്കുന്ന, അള്ളാഹിനെ പേടിക്കുന്ന ഉസ്താദുമാരൊക്കെ ഉണ്ടാവും. ചില ആളുകളെങ്കിലും വ്യാഖ്യാനം പറയും, ഈ ഹദീസ് കെട്ടിപ്പൊക്കരുത് എന്ന് പറഞ്ഞത്, ഖബറിന്റെ മുകളിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞത്, ഖബറിന്റെ മുകളിൽ കുമ്മായം അടിക്കരുത് എന്ന് പറഞ്ഞ ഈ ഹദീസ്, ഇത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ച് പറഞ്ഞ ഹദീസാണ്. ഇത് ഔലിയാക്കളും അമ്പിയാക്കളൊന്നും ഇതിൽ പെടൂല. ഇത് സാധാരണക്കാരന്റെ ഖബറിനെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത്. അങ്ങനെയാണ് മറുപടി എങ്കിൽ ഉടനെ ചോദിച്ചോ രണ്ടാമത്തെ ഹദീസ്. വഫാത്തിന്റെ നേരത്ത് പോലും ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ പേര് വെക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം കേട്ടോ. ഉച്ചത്തിൽ ചൊല്ലണം എന്നല്ല, നമ്മുടെ ചുണ്ട് ചലിപ്പിച്ച് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ സ്വലാത്ത് ചൊല്ലാം. ഒരു സ്വലാത്തിന് 10 കൂലിയുണ്ട്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നമ്മൾ എന്ത് ചെയ്യണ്ട? നഷ്ടപ്പെടുത്തണ്ട കേട്ടോ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ്, മറ്റൊരു ഹദീസ് ശ്രദ്ധിച്ചോ. റസൂലുള്ള വഫാത്താകുമ്പോൾ പോലും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതാണ്, ലഅനല്ലാഹു യഹൂദ വന്നസ്വാറാ, ലഅനല്ലാഹു യഹൂദ വന്നസ്വാറാ, യഹൂദി നസ്വാറാക്കളെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം എന്താണ്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അള്ളാഹുവിനോട് പ്രത്യേക ദേഷ്യം ഉണ്ടായതുകൊണ്ടാ, പ്രത്യേകമായ വെറുപ്പുണ്ടായതുകൊണ്ടാ യഹൂദി നസ്വാറാക്കളെ അല്ലാഹു ശപിച്ചത്? അല്ലല്ലോ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവർ ചെയ്ത ഈ ഒരൊറ്റ പ്രവർത്തനം കാരണത്താൽ അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ കെട്ടി ഉയർത്തിയിട്ട് ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റി. നോക്കിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസ് സാധാരണക്കാരന്റെ ഖബർ മാത്രമല്ല, ഒരാളെ ഖബറും കെട്ടിപ്പൊക്കാൻ പാടില്ല, ഒരാളെ ഖബറും ഉയരാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ ദീനാ, ഇത് അല്ലാഹുവിന്റെ ദീനാ.
വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്ത് ദീന ദഅവത്ത് നിർവഹിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കണ സമയത്ത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി, നീ പോകുന്ന വഴിയിൽ കെട്ടി ഉയർത്തപ്പെട്ട ഒരു ചാണിന് മുകളിൽ ഉയർത്തപ്പെട്ട ഖബറുകൾ കണ്ടാൽ അത് തട്ടി നിരപ്പാക്കാതെ മടങ്ങരുതേ അലി. അത് തട്ടി നിരപ്പാക്കാതെ മടങ്ങരുതേ അലി. ഇനി നിങ്ങൾ ചോദിക്ക് പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ ഖബർ കെട്ടിപ്പൊക്കരുത് എന്നും ഖബർ കെട്ടിപ്പൊക്കുന്നത് ദീനിൽ വിലക്കപ്പെട്ടതാണെന്നും അത് ഗൗരവമുള്ളതാണെന്നും ബോധ്യപ്പെടുത്തുന്ന ഹദീസുകളല്ലേ? ഇനി ചെന്ന് ചോദിക്കണം, ഉസ്താദേ, ഒരു ഹദീസ്, ഒറ്റ ഹദീസ് ഖബർ കെട്ടിപ്പൊക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച, സ്വഹാബത്ത് പഠിപ്പിച്ച ഒരു ഹദീസോ ചരിത്രത്തിൽ രേഖപ്പെട്ട ഒരു സ്വഹാബിയുടെയോ താബിയുടെയോ താബിയുടെയോ ഖബറുകൾ കെട്ടിപ്പൊക്കിയ ഒരൊറ്റ ഹദീസ് ചരിത്രത്തിലുണ്ടോ? ഖുർആനിലുണ്ടോ? ചോദിക്കണം. കാരണം നമ്മുടെ പ്രമാണം ഖുർആനാണ്, നമ്മുടെ പ്രമാണം മുത്തുനബിയുടെ ഹദീസുകളാണ്. അതിൽ തർക്കണ്ടോ? നമുക്ക് അതിൽ തർക്കണ്ടോ? ആ പ്രമാണം ഖുർആനും സുന്നത്തുമാണെങ്കിൽ ആ ഖുർആനും സുന്നത്തുമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത്. ഇല്ല, അങ്ങനെ പ്രമാണത്തിലില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ദീന് സ്വീകരിച്ചാൽ അവിടെ ചൂഷണമല്ല. ഇവിടെയോ കെട്ടിപ്പൊക്കിയ ഖബറിന്റെ അടുത്തൊരു ഭണ്ഡാരമുണ്ട്. അവിടെ ഉറൂസ് നടക്കുന്നു, അതിലും ചൂഷണമാണ്. അവിടെ ഉറൂസ് നടക്കുകയാണതിലും ചൂഷണമാണ്. ഖബർ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, പടച്ചോനെ എന്റെ ഖബറിനെ ആഘോഷത്തിന്റെ കേന്ദ്രമാക്കരുത് റബ്ബേ. ഈദ് എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഈദ്, ആഘോഷം. ഈദ് എന്ന പദത്തിന് ഉറുദുവിൽ പറയുന്ന പേരാണ് ഉറൂസ്. മനസ്സിലായിണ്ട നിങ്ങള്? അതിന്റെ പേരാണ് ഉറൂസ്. ആ ഉറൂസ് നടത്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയത് കൊണ്ടുവന്നിട്ട് ആളുകളുടെ സമ്പത്ത് ചൂഷണം ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ബിദ്അത്തുകളെ മതത്തിന്റെ ഉള്ളിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മുഅ്മിനേ, ഈ വഞ്ചനയിൽ അകപ്പെടണ്ട, ഈ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം. എന്നിട്ട് ഖുർആനിലേക്ക് മടങ്ങണം, ഹദീസിലേക്ക് മടങ്ങണം, സ്വഹാബത്തിന്റെ ജീവിതത്തിലേക്ക് മടങ്ങണം. ഇത് കേൾക്കുമ്പോൾ സംഭവങ്ങൾ പറയണമൊക്കെ ഖുർആനിലും സുന്നത്തിലൊക്കെ ഉള്ളത് തന്നെയാണ്, ഇല്ല എന്നൊന്നും പറയണില്ല. പക്ഷെ ഞാനിപ്പോൾ എത്ര കാലം പിൻപറ്റിപ്പോകുന്ന ഒരു മാർഗ്ഗം ഇപ്പം എങ്ങനെയാണ് വിടുക എന്ന് നമ്മൾ ചോദിക്കുക അല്ലേ? സഹോദരങ്ങളെ, ഒരൊറ്റായത്ത് പഠിച്ചോ. റസൂൽ, ആരാണോ അല്ലാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നത്, സന്മാർഗം അവരുടെ കരങ്ങളിൽ വന്നു കിട്ടിയതിന് ശേഷവും ആരാണോ റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുന്നത്, ഏതാണ് ഈ സന്മാർഗം? ഖുർആനും ഹദീസുമാകുന്ന സന്മാർഗം ഒരാളുടെ കരങ്ങളിൽ വന്നു കിട്ടിയതിന് ശേഷവും ആരാണോ അല്ലാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുന്നത്, എന്നിട്ട് ഖുർആൻ അവിടെ നിർത്തിയില്ല, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മറ്റൊരു മാർഗമാരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത വേറെ ഒരു മാർഗമാരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ ആരാ? ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനീങ്ങൾ അത് സ്വഹാബത്താണ് അല്ലേ? ഈ ആയത്തിൽ പറഞ്ഞ മുഅ്മിനാരാ? സ്വഹാബത്താണ്. കാരണം ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെയുള്ള മുഅ്മിനീങ്ങൾ സ്വഹാബികളാണ്. അപ്പൊ ഒന്ന് റസൂലുള്ളാഹിക്ക് എതിര് പ്രവർത്തിക്കുകയോ, ഖുർആനിൽ നിന്ന് തെളിവ് കിട്ടി, ഹദീസിൽ നിന്ന് തെളിവ് കിട്ടി, ചെയ്യരുത്, പോകരുത്, അടുക്കരുത് എന്ന് തെളിവ് കിട്ടിയിട്ടും ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് എതിര് പ്രവർത്തിക്കുകയോ, സമാനമായി സ്വഹാബത്തിൻ്റെതല്ലാത്തൊരു മാർഗം ആരെങ്കിലും സ്വീകരിക്കുകയും ചെയ്താൽ, ഇവിടെ സ്വഹാബത്താണെന്ന് പറയാനുള്ള കാരണം ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെയുള്ള മുഅ്മിനീങ്ങൾ സ്വഹാബികളാണ്. സ്വഹാബത്തിൻ്റെതല്ലാത്തൊരു മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ അവർ തിരിഞ്ഞയിടത്തേക്ക് നാം അവരെ തിരിച്ചുവിടുന്നതാണ്. അള്ളാഹു അവരെ തിരിഞ്ഞിടത്തേക്ക് തിരിച്ചുവിടും എന്ന് പറഞ്ഞത് എങ്ങോട്ടാ? നരകത്തിലേക്കാണ്. നരകത്തിലേക്കുള്ള തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം വസാഅത്ത് മസീറ, നരകം എത്ര ഭയാനകരമായ കേന്ദ്രമാണ്.
അപ്പം അവിടുന്ന് രക്ഷപ്പെടണമെങ്കിലുള്ള ഏക മാർഗം ഖുർആനും സുന്നത്തും വളച്ചുകെട്ടില്ലാതെ സ്വീകരിക്കലാണ്. അത് സ്വഹാബത്ത് പഠിപ്പിച്ച റൂട്ടിൽ സ്വീകരിക്കലാണ്. ആ രൂപത്തിൽ തന്നെ സ്വീകരിച്ച് മുന്നോട്ട് പോകലാണ് പരിഹാരത്തിൻ്റെ വഴി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, അപ്പോൾ ഇവിടെയൊക്കെ ചൂഷണങ്ങളാണ്. സിയാറത്തിലൂടെ ചൂഷണം, ഖബർ കെട്ടിപ്പൊക്കിയിട്ട് അതിലൂടെ ചൂഷണം, ഔലിയാക്കളുടെ കറാമത്തിൻ്റെ പേരിൽ ചൂഷണം, അതേ ഔലിയാക്കളുടെ മഹിമ പഠിപ്പിച്ചുകൊണ്ട് ചൂഷണം, എല്ലായിടത്തും ചൂഷണമാണ്. ഇനി അവിടെ തീർന്നോ പ്രിയമുള്ളവരെ? അമലുകളുടെ കാര്യത്തിലും ചൂഷണമാണ്, ഇബാദത്തിന്റെ കാര്യത്തിലും ചൂഷണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനിനെ വളച്ചൊടിച്ചിട്ട് സമുദായത്തിന് പഠിപ്പിച്ചിട്ട് അതിലൂടെയും ചൂഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സ്വലാത്ത്. ഇസ്ലാമിൽ സ്വലാത്ത് ഉണ്ടോ? ഒരു നിലക്കും സംശയിക്കേണ്ട, ഇസ്ലാമിൽ സ്വലാത്ത് ഉണ്ട്. സ്വലാത്തില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. ഇസ്ലാമിൽ സ്വലാത്തുണ്ട്, നമ്മൾ അതിന് എതിരുമല്ല. മനസ്സിലായോ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തിനെയും സലാമിനെയും വർദ്ധിപ്പിക്കണേ. നോക്കിയങ്ങള്, ഈ സമയത്ത് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ, എങ്ങനെയാണ് സലാം ചൊല്ലേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങനെയാണ് നബിയെ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത്? അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്തുണ്ട്. നമ്മളൊക്കെ ചൊല്ലാറില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് ദീനിലുള്ള സ്വലാത്ത. വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഈ സ്വലാത്ത് വന്നിട്ടുണ്ട്. ഇത് ദീനിലുള്ള സ്വലാത്ത. മനസ്സിലായോ? ഹബീബായ റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോഴും സ്വലാത്ത് വർദ്ധിപ്പിക്കണം. വ്യാഴാഴ്ച രാവുകളിൽ നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ? എത്ര വേണമെങ്കിലും സ്വലാത്ത് വർദ്ധിപ്പിക്കാം. പ്രത്യേകം എണ്ണം പിടിക്കണമെന്നില്ല. പക്ഷേ ഈ സ്വലാത്ത് ഇസ്ലാമിൽ ഉണ്ടായിരിക്കെ, ഈ സ്വലാത്തിന്റെ മഹിമയും ഈ സ്വലാത്തിന്റെ മഹത്വവും ഇവിടെ ഉണ്ടായിരിക്കെ, ഇല്ലാത്ത കുറെ സ്വലാത്തുകൾ ദീനിലേക്ക് കൊണ്ടുവന്നു. ബിദ്അത്തായ സ്വലാത്ത്, പുതിയ പുതിയ സ്വലാത്ത്. അതിലൊന്നാണ് നാരിയ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത നാരിയ സ്വലാത്ത്, അള്ളാന്റെ റസൂൽ വിലക്കിയ സ്വലാത്ത. കാരണം റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമില്ലാത്തൊരു സ്വലാത്ത്, അങ്ങനെ ഒരു ശൈലി ദീനിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ ചൂഷണമാണ്. സഹോദരങ്ങളെ, സ്വലാത്ത് മജ്ലിസ് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? അള്ളാന്റെ ദീനിൽ ഒരു കാര്യം പുണ്യകർമ്മമാകണമെങ്കിൽ ഖൈറുൽ ഖുറൂനി ഖർനി, ഉത്തമരായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഉത്തമരായ തലമുറ ഒന്ന് എന്റെ തലമുറയാണ്, അത് സ്വഹാബത്താണ്. രണ്ടാമത്തത് അതേ താബീങ്ങളാണ്. മൂന്നാമത്തത് തബഉ താബീങ്ങളാണ്. ഇവരാണ് ഖൈറു ഉമ്മത്ത്. ഈ ഖൈറു ഉമ്മത്തിന് പരിചയമില്ലാത്തത് ദീനല്ല. നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന സ്വലാത്ത് മജ്ലിസ്, സ്വലാത്ത് മജ്ലിസ് റമളാനിന്റെ അവസാനത്തെ 10 സ്വഹാബത്തിനോട് അള്ളാന്റെ ദീന് മനുഷ്യരോട് പഠിപ്പിച്ചത് നിങ്ങൾ പള്ളിയിൽ എത്തിക്കാതിരിക്കണം എന്നാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ എത്തിക്കാതിരിക്കണം എന്ന്. അപ്പൊ സമുദായം പാടത്തേക്ക് സ്വലാത്തും പറഞ്ഞിട്ട് പാടത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പെരുന്നാളിന്റെ ദിവസം നിങ്ങൾ മൈതാനത്ത് നിസ്കരിക്കണം. അപ്പൊ സമുദായം പള്ളിക്ക്. എന്നിട്ട് ഇതിന്റെ പേര് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ഹദീസിൽ എന്താ വെച്ചാൽ അതിന് നേരെ എതിര് ചെയ്യാ. എന്നിട്ട് ഇത് ദീനാണെന്ന് അവകാശപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വലാത്തിന്റെ പേരിൽ അതിന്റെ മറവിലും സഹോദരങ്ങളെ ചൂഷണങ്ങളാണ്. ഇതുപോലെയുള്ള സ്വലാത്ത് മജ്ലിസുകളിലൊക്കെ സമ്പത്താണ് പ്രധാനം, സമ്പാദ്യമുണ്ടാക്കലാണ് ലക്ഷ്യമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, സമാനമാണ് വിശ്വാസരംഗത്ത് പറഞ്ഞല്ലോ, പല പല തരത്തിലുള്ള ചികിത്സകൾ ഇസ്ലാമിലുള്ള മന്ത്രം, ഇസ്ലാമിൽ പ്രാർത്ഥനകളുണ്ട്, മന്ത്രമുണ്ട്, റുഖിയയുണ്ട്. ഇതിലൊന്നും തർക്കമില്ല, ഇതിലൊന്നും തർക്കമില്ല. ഇസ്ലാമിൽ മന്ത്രമുണ്ടോ? മന്ത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രമുണ്ട്. രോഗം വന്നാൽ നിങ്ങൾ മന്ത്രിക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ മന്ത്രിച്ചൂതിയിട്ട് നിങ്ങളുടെ കൈകളിൽ ഒരു ശരീരത്തിലേക്ക് തടവണം. ഇതൊക്കെ മന്ത്ര, അള്ളാന്റെ ദീന് പഠിപ്പിച്ച റുഖിയാണ്. രോഗിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ തടവാം, പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ രോഗിയായി കിടക്കുന്നവർക്ക് പോകുന്നവർക്ക് ഓതിക്കൊടുക്കാനും ഊതിക്കൊടുക്കാനും ദീനിൽ തെളിവുണ്ട്.
പക്ഷേ ഇതിന്റെ മറവിലും ചൂഷണമാണ്, ഇതിന്റെ മറവിലും ചൂഷണമാണ്. നാടുകളിൽ പല പല ജിന്നുമ്മമാരും പ്രത്യക്ഷപ്പെടുന്നു, പല പല ജിന്നുമ്മമാര് പ്രത്യക്ഷപ്പെടുന്നു. ഓർക്ക് പറയാനുള്ളത് എന്താ? അവര് പഠിപ്പിക്കുന്നത് എന്താണ്? ഇതേപോലെ കുറെ കൺകെട്ട് വിദ്യകളുടെ കഥകൾ പറഞ്ഞ് ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഈയിടയ്ക്ക് എത്രയോ സ്വർണ്ണാഭരണങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ട കഥകൾ നമ്മൾ പത്രത്തിൽ വായിച്ചല്ലോ. എന്തിനാ അതൊക്കെ? ഇതിന്റെ പേരിലൊക്കെ സഹോദരങ്ങളെ ചൂഷണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കുക. ഇസ്ലാമിൽ റുഖിയത്തു ശർഇയ്യയുണ്ട്. അത് ദീനിലുള്ളത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ച പോലെ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ അതിന്റെ പേരിൽ അതിന്റെ മറവ് പിടിച്ചുകൊണ്ട്, ഈ പറഞ്ഞ ഹദീസിന്റെ മറവ് പിടിച്ചുകൊണ്ട് തിന്മയുടെ തോന്നിവാസത്തിന്റെ വഴി സ്വീകരിക്കലല്ല. അതായത് തോന്നിവാസത്തിന്റെ വഴി എന്ന് പറഞ്ഞ മന്ത്രിച്ചൂതി കെട്ടുന്ന നൂല്, ഏലസ്, തകിട് ഉടക്കല്ലേ? റസൂലുള്ളാഹി പറഞ്ഞ വാക്കെന്താ? മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ശരീരത്തിൽ ഒരാൾ മന്ത്രിച്ചൂരി ഒരു നൂല് കെട്ടിയാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനായി മാറി. അവൻ ശിർക്കാണ് ചെയ്തത്. അതുകൊണ്ട് ആ ശിർക്കിലേക്ക് നമ്മൾ എത്തരുത്. മന്ത്രിച്ചൂതി കെട്ടുന്ന നൂല്, തകിട്, ഏലസ്, ഇതൊന്നും ദീനിലല്ല. 2-2.5 ഉറുപ്പ്യക്ക് നൂല് വാങ്ങി ഒരു ഊത്തങ്ങട്ട് ഊതിയാൽ 250 ഉറുപ്പ്യ കൊടുക്കണം, അല്ലേ? 1000 ഉറുപ്പ്യ കൊടുക്കണം, 500 കൊടുക്കണം, വേണ്ടേ? ഈ നൂല് കെട്ടുന്നത് കുറ്റകരമാണെന്ന് മാത്രമല്ല, യാതൊരു ഉപകാരമല്ല. അതുകൊണ്ട് റബ്ബിലേക്ക് ബരമേൽപ്പിച്ചുകൊണ്ട് തവക്കുലോടുകൂടി ജീവിക്കലാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അമലുകളുടെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ദിക്ർ ഹൽഖ. ഇസ്ലാമിൽ ദിക്റുണ്ട്, യാതൊരു തർക്കമല്ല. ദിക്റുണ്ട്. വദ്കുറൂനി യദ്കുറുക്കും വഷ്കുറൂലി വലാ തുക്ഫുറൂൻ. വദ്കുറൂനി യദ്കുറുക്കും, നിങ്ങൾ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു നിങ്ങളെ ഓർക്കുന്നതാണ്. അല്ലാഹു പറയാ, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വലാ തുക്ഫുറൂൻ, എന്നോട് നിങ്ങൾ നന്ദി കേട് കാണിക്കരുത്. ഇത് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പൊ ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെയുള്ള തസ്ബീഹുകളും തഹ്ലീലുകളും തക്ബീറുകളും തഹ്മീദുകളും അള്ളാഹിന്റെ ദീനിൽ ഒരുപാട് ചൊല്ലാനുണ്ട്. പ്രിയമുള്ളവരെ, രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ രാത്രി തന്റെ കിടക്കപ്പായിലേക്ക് ചെന്ന് കിടക്കുന്നത് വരെ ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും നിറക്കപ്പെട്ട ഒരു സമുദായമാണ് നമ്മൾ. ഇതിലൊന്നും തർക്കല്ല. അവിടെ ദിക്റുകൾ വർദ്ധിപ്പിക്കണം. ജീവിതത്തിന് ആശ്വാസം നൽകുന്നതാണ് ദിക്റുകൾ. ജീവിതത്തിന് ഏറ്റവും വലിയ സമാധാനം നൽകുന്നതാണ് ദിക്റുകൾ. ആ ദിക്റുകൾ നമുക്ക് ഹയാത്ത് നൽകുന്നു. ആ ദിക്റുകൾ നമുക്ക് ഉണർവ് നൽകുന്നു. ഇത് ദീനിലുണ്ട്, ഇത് ഹദീസുകളിലുണ്ട്. പക്ഷേ ഹദീസുകളിൽ ഉള്ളതിനെ മറച്ചു വെച്ചിട്ട് ഇല്ലാത്ത കുറെ ദിക്റിന്റെ ശൈലികൾ നാടുകളിൽ വന്നു. ഉള്ളതന്നെ വേറൊരു കോലത്തിൽ ചെയ്യാം, അതും പാടില്ല. റസൂൽ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെ തന്നെ ചെയ്യണം, അല്ലേ? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാന്റെ റസൂൽ എന്തെന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക, എന്തെന്ന് നിങ്ങൾക്ക് തടയപ്പെട്ടോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അപ്പൊ റസൂൽ എങ്ങനെ പറഞ്ഞത് അതേപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ദിക്റുകളും ദുആകളും ജീവിതത്തിൽ ഉണ്ടാവണം. പക്ഷേ നമ്മുടെ നാട്ടിൽ ദിക്ർ ഹൽഖ, ദിക്ർ മജ്ലിസ്, കുറേ മനുഷ്യന്മാർ പള്ളിൻ്റെ ഉള്ളിൽ വട്ടത്ത് കൂടി നിൽക്കുക. കൈയും പിടിച്ച് വട്ടത്തിൽ നിന്നിട്ട് അങ്ങനെ ദിക്ർ നിന്ന് ചാട്. വലിയ വലിയ മനുഷ്യന്മാര് നിന്ന് ചാട്. ഏത് സ്വഹാബിയ ചെയ്തത്? നമ്മൾ കണ്ടോ ഹദീസിൽ എവിടെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ദിക്ർ ഹൽഖ ദീനിലുണ്ടോ? ഉണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ദിക്ർ ഹൽഖ ഉണ്ടായിട്ടുണ്ടോ? ഒരു സ്വലാത്ത് മജ്ലിസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. ഇല്ലാത്ത ഒരു സംഭവം മതത്തിലേക്ക് കൊണ്ടുവരലാണ് ബിദ്അത്ത്. ആ ബിദ്അത്തിലൂടെ മാത്രമാണ് ജനങ്ങളുടെ സമ്പത്ത് പോക്കറ്റിലാക്കാൻ സാധിക്കുന്നതെന്ന് ഇതിന്റെ ആളുകൾക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കാനുള്ളൊരു പക്വത നമുക്ക് നഷ്ടപ്പെടരുത്. ഇസ്ലാം എന്താണ് പഠിപ്പിച്ചു തന്നത് എന്ന് ഖുർആനും ഹദീസും സഹാബത്തിന്റെ മാർഗവും മുന്നിൽ വെച്ച് പരിശോധിക്കുക. എന്നിട്ട് ആ ദീന് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ യാതൊരു പിഴവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല, യാതൊരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അത് വ്യക്തമായ നിലക്ക് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നമ്മുടെ നാടുകളിൽ നടക്കുന്ന നേർച്ചകളിലും അത് തന്നെയാണ്. നമ്മുടെ നാടുകളിൽ നടക്കുന്ന പല ബലികർമ്മങ്ങളുടെ പിന്നിലും അത് തന്നെയാണ്. ഇങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞാൽ ഒരുപാട് പറയാണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ചുരുക്കാണ്. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമുക്ക് ശ്രദ്ധ വേണം. ഈ പറയപ്പെട്ട രൂപത്തിൽ
ചൂഷണം ചെയ്യപ്പെടാനുള്ള കാരണം ഒന്നാമത്തെ വിഷയം അന്ധമായ അനുകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതാണ്. നമ്മൾ എന്തിനെയാണ് സ്വീകരിക്കേണ്ടത്? ഏതിനെയാണ് നമ്മൾ? എന്താണ് ദീന് എന്ന് പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്കില്ല, അത് തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നുള്ള ശൈലി ആദ്യം നിർത്തണം. നമ്മൾ ആ അന്ധമായ അനുകരണം ഉണ്ടല്ലോ, ആ ശൈലി ആദ്യം അവസാനിപ്പിക്കണം. എന്നിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ പറയുന്നത് അത് സ്വീകരിക്കുക. അത് ഏത് ഉസ്താദ് പറഞ്ഞാലും സ്വീകരിച്ചോളി. ഖുർആനിന്റെ ഹദീസിന്റെ ആ അടിസ്ഥാനത്തിൽ അല്ലാത്ത സ്വഹീഹായ ഹദീസുകൾ, അതേ വ്യക്തമായ ഖുർആനിന്റെ തെളിവ്, സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമായ തെളിവുകൾ ഉദ്ധരിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തരാൻ പറ്റുന്ന രൂപത്തിലുള്ള തെളിവുകളുണ്ടോ ആ തെളിവനുസരിച്ച് തരുന്നത് സ്വീകരിക്കാം. അത് സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ്. ആ രൂപത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ നിലക്കും സഹോദരങ്ങളെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. മനസ്സിലായോ? ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നിങ്ങൾ അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം, അള്ളാന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. അനുസരണത്തിലൂടെയാണ് സ്നേഹം, അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. സ്നേഹമുണ്ടെന്ന് നാവ് കൊണ്ട് പറയലല്ല. പണ്ഡിതന്മാർ പറഞ്ഞല്ലോ, തഅസിൽ ഇലാഹ വ അൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദീഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഒരാൾ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നാവ് കൊണ്ടുള്ള പറച്ചിൽ മാത്രമല്ല, അത് അനുസരണമാണ്. അനുസരണത്തിലൂടെയാണ്. എല്ലാ മേഖലയിലും ഈ അനുസരണം ഉണ്ടാവണം, എല്ലാ മേഖലയിലും ഉണ്ടാവണം. സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കണേ. നിങ്ങളിലെ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാവണം പണ്ഡിതന്മാരെ അനുസരിക്കേണ്ടത്, നേതാക്കന്മാരെ അനുസരിക്കേണ്ടത്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്കിതാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ഖുർആനിൽ നിന്ന് നിങ്ങൾക്കൊരു സംശയമുള്ള വിഷയത്തിലേക്ക് നിങ്ങൾക്ക് വല്ല ശക്കുകളും കടന്നു വന്നാൽ, വല്ല അഭിപ്രായ ഭിന്നതകളും ദീനിന്റെ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യങ്ങളിൽ, കർമ്മങ്ങളുടെ കാര്യത്തിൽ, കുടുംബരംഗത്ത് നാം നിൽക്കേണ്ട മേഖലകളെ സംബന്ധിച്ചാവട്ടെ, കച്ചവട രംഗത്തുള്ളതാവട്ടെ, ഏത് മേഖലയിലും സംശയം കടന്നു വന്നോ, ഒരു മുസ്ലിമിനോട് റബ്ബ് പറഞ്ഞത് ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. വറസൂൽ, നിങ്ങൾ റസൂലിലേക്ക് മടങ്ങണം, അള്ളാന്റെ റസൂലിലേക്കും നിങ്ങൾ മടങ്ങണം. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അതായത് ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങണം എന്നതാണ്. ആ ഖുർആനും ഹദീസും നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംശയമില്ലാതെ അത് സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾ മുഅ്മിനാകുന്നത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ, ഒരു വ്യക്തമായ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ സംശയത്തിന് വകയില്ലാതെ, മനസ്സിന്റെ ഉള്ളിൽ ചൊറിച്ചിലില്ലാതെ നിങ്ങൾ പ്രമാണത്തെ സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾ സത്യവിശ്വാസികളായി മാറുന്നത്, നിങ്ങൾ ഈമാനുള്ളവരായി മാറുന്നത്. അതുകൊണ്ട് ആ ഖുർആനും സുന്നത്തും സ്വീകരിച്ചു പോവുക. അവിടെയാണ് സഹോദരങ്ങളെ വിജയം, അവിടെയാണ് നമ്മുടെ രക്ഷയുടെ വഴിയുള്ളത്. സഹോദരങ്ങളെ, അത് നമ്മുടെ കുടുംബജീവിതത്തിലും ബാധകമാണ്. ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ലഹരിയുടെ വേട്ടകൾ, ലഹരിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന നാട് നമ്മുടെ കേരളമായി മാറിയിട്ടുണ്ട്. ലഹരി കൂടുതൽ പിടിച്ച രാജ്യം, അതേ നാടേതാ, അത് നമ്മുടെ നാടായി മാറുകയാണ്. അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നവരിലും നമ്മുടെ നാടാണ് ഇന്ന് മുൻപന്തിയിലുള്ളത്. എന്തേ അങ്ങനെ? അവിടെ നമ്മുടെ മക്കളെ കൈപിടിച്ചുയർത്തണ്ടേ? അവിടെ നിന്ന് നമുക്ക് രക്ഷ വേണ്ടേ? ഒരു സമാധാനത്തിന്റെ വഴിയിലേക്ക് മടങ്ങണ്ടേ? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മക്കളെ കൈപിടിച്ചു കൊണ്ടുവരലാണ് പരിഹാരത്തിന്റെ വഴി. സമാനമായി എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട് ആത്മാർത്ഥമായി ഉണർത്തട്ടെ. ഇന്ന് അങ്ങാടിയിൽ ഇറങ്ങുന്നൊരു പെണ്ണ്, അങ്ങാടിയിലേക്കൊരു പെണ്ണിറങ്ങുമ്പോ പലപ്പോഴും ലിഫ്റ്റിക്കിട്ട പെണ്ണാണ്, ചുണ്ടുകൾ ചുവപ്പിച്ച്, മുഖത്ത് പുട്ടിയിട്ട്, പുരികം ത്രെഡ് ചെയ്ത് ഒരു പെണ്ണ് അണിഞ്ഞൊരുങ്ങി അങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ശൈലി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ആര് കാണാനത്?
ഈ പെണ്ണുങ്ങൾ ഈ അണിഞ്ഞൊരുങ്ങണത് ആര് കാണാനാ? ഒരു നല്ല മനസ്സ് ഉള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ അണിഞ്ഞൊരുങ്ങേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ. ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റിക്കോ, എടുത്തെറിഞ്ഞോ. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിക്കണം. നല്ല ഭാര്യയാകാൻ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് സാധിക്കണം. നല്ല മകളാകാൻ കഴിയണം, നല്ല ഉമ്മയാകാൻ കഴിയണം. അതിന് റസൂലും ഖുർആനും പഠിപ്പിച്ച പോലെ ജീവിക്കാൻ നമ്മൾ ഒരുങ്ങണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിച്ചു പോകണം. അവിടെയാണ് രക്ഷ, അവിടെയാണ് സമാധാനം, അവിടെയാണ് സ്വർഗത്തിന്റെ വഴി. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവിധ തിന്മകളും ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക. റീൽസിന്റെയും ഷോർട്സിന്റെയും ഒക്കെ പിന്നാലെ ചെന്ന് തോന്നിവാസങ്ങളിലൂടെ പോയി ഹറാമിന്റെ ലോകത്ത് വിഹരിക്കുന്ന പലരുമുണ്ട്. 24 മണിക്കൂറിൽ നമ്മൾ ഇന്ന് മൊബൈലുകളിൽ ചെലവഴിക്കുന്ന സമയം എത്രയെന്നൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം, അല്ലേ? സമയത്ത് കൊന്നു തീർക്കരുത്. വിലയുണ്ട്, സമയത്തിനൊരു വാല്യൂ ഉണ്ട്, ഒരു വിലയുണ്ട്. ആ സമയത്തിന്റെ വില നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, എൻ്റെ ഖബറിലേക്ക് വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തേണ്ട സമയമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഹറാമായ സമ്പത്ത് ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അക്കിലു റിബാ വമുക്കിലഹു വകാതിബഹു വശാഹിദൈ ഖാലഹും സവാഉൻ. പാലിശ തിന്നുന്നവനും തീറ്റിക്കുന്നവനും വാങ്ങുന്നവനും കൊടുക്കുന്നവനും കൈയെടുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവരും എല്ലാവരും ഒരുപോലെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അത്തരത്തിലുള്ള സകല ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കുക. സമാനമായി ഇബാദത്തുകളിൽ നല്ല ശ്രദ്ധ വേണം. നമസ്കാരം ഒരു വക്ത് പോലും ജമാഅത്തായി തന്നെ നമസ്കരിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സഹോദരങ്ങളെ, നമ്മുടെ നിസ്കാരം ഒരു വക്ത് പോലും നഷ്ടപ്പെടാതെ നമ്മൾ നിസ്കരിക്കണം. നമസ്കാരത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ തടുത്തു നിർത്തുന്നത് നിസ്കാരമാണ്. അതെ, എല്ലാവിധ നീചവൃത്തികളിൽ നിന്നും ശുദ്ധീകരിക്കുന്നത് നിസ്കാരമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയം നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധ കർമ്മമാണ്. അതിൽ ശ്രദ്ധ വേണം. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യണം. ദിക്റുകളും ദുആകളും ഉണ്ടാവണം. സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ഖുർആനിന്റെ പാരായണങ്ങൾ, വീടുകൾ നിരന്തരം ഖുർആൻ ഓതിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ മനസ്സുകൾ ഖുർആൻ കൊണ്ട് നിറയണം. അള്ളാഹിന്റെ ദീന് പഠിക്കുന്ന ഖുർആനിന്റെ പഠിതാക്കളായി നമ്മൾ മാറണം. അതിനുള്ള മാർഗങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ഈ നന്മയുടെ മാർഗത്തിൽ മുന്നേറുന്നവരായി നമ്മൾ മാറണം. എന്തിനു വേണ്ടി? മരണം നമ്മുടെ കൂടെയുണ്ട് എന്ന വിചാരം നമുക്ക് സദാ സമയവും ഉണ്ടാകണം. തമിഴ്നാട്ടിലെ ഒരു പെരിന്തൽമണ്ണയിൽ നിന്ന്, അതേ ആ പരിസരത്തു നിന്നൊരു യാത്ര വാഹനം പോയി നോക്കൂ നിങ്ങൾ, തമിഴ്നാട്ടിലേക്ക് യാത്ര പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ട്രാവലർ 13ാമത്തെ വളവിൽ നിന്ന് 800 അടി താഴ്ചയിലേക്ക് 9ാമത്തെ വളവിലേക്ക് നിലംപതിച്ച വാർത്തകൾ നമ്മളെ ഞെട്ടിത്തെരിപ്പിച്ചിട്ടില്ലേ? ഉണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ട്. ഏത് കോലത്തിലാണ്, ഏത് രൂപത്തിലാണെന്നറിയില്ല. നോക്കൂ, രാവിലെ തലേ ദിവസം അവരിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്കറിയില്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വ്യത്യസ്തമായ വാഹനത്തിൽ, വേറെ വേറെ വാഹനങ്ങളിൽ, ആംബുലൻസുകളിൽ ജഡങ്ങളായിട്ട്, മയ്യത്തായിട്ടാണ് ഞങ്ങൾ മടങ്ങി വരിക എന്ന് അവർക്കറിയില്ലായിരുന്നു. അറിയുമോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? എൻ്റെ മരണത്തിൻ്റെ തീയതി, എൻ്റെ മരണത്തിൻ്റെ രൂപം, എൻ്റെ മരണത്തിൻ്റെ അവസ്ഥ നമുക്കാർക്കും നിശ്ചയിക്കാൻ പറ്റിയ ഒന്നല്ല. അതുകൊണ്ട് സഹോദര, അതുകൊണ്ട് സുഹൃത്തെ, മരണത്തെക്കുറിച്ച് വിചാരം വേണം. 800 അടി താഴ്ചയിലേക്ക് ആ വാന് നിലംപതിക്കുമ്പോൾ തീർന്നല്ല റബ്ബേ, അവസാനിച്ചല്ലോ നാഥ എന്ന് ചിന്തിച്ച ആ വേനിലുള്ള, ആ യാത്രയിലുള്ള ഒരു സംഘം 13ഓളം ആളുകൾ അതിൽ നിന്ന് നിലവിളി കൂട്ടുമ്പോൾ ആ കൂട്ടത്തിൽ മക്കൾക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങി വെച്ചവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? മക്കൾക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ വാങ്ങി വെച്ചവർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? വീട്ടിലേക്ക് വേണ്ടി എന്തൊക്കെയോ യാത്രയിൽ നിന്ന് കിട്ടിയത് പർച്ചേസിങ് ചെയ്തപ്പോൾ അവർ വാങ്ങിയത്, ഷോപ്പിംഗ് നടത്തിയപ്പോൾ അവർ വാങ്ങി വെച്ചതൊക്കെ അവരുടെ കരങ്ങളിൽ ഉണ്ടായിട്ടില്ലേ? അതുകൊണ്ട് ഉപകാരം ഉണ്ടായോ? അതവരുടെ വീട്ടിലേക്ക് എത്തിയോ? എന്ന് മാത്രമല്ല, അവർ ജീവനോടെ തിരിച്ച് വീട്ടിലേക്ക് എത്തിയോ? സഹോദര, ഇല്ലല്ലോ. മയ്യത്തുകളായി അവരുടെ കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ ഒരു നാട് മുഴുവനും കണ്ണീരിൽ ആഴ്ന്നു കിടക്കുന്ന രംഗം ചരിത്രത്തിൽ നമ്മുടെ നാടിൽ, നമ്മുടെ വെളിപ്പാടകളെ നാം കണ്ടതാണെങ്കിൽ, നാം കേട്ട വാർത്തകളാണെങ്കിൽ, നാളെ നമ്മുടെ വീട്ടിലും ആ ഒരു വാർത്ത വരാനുണ്ട്. അത് മരണത്തിന്റെ ദിവസമാണ്. അള്ള നിശ്ചയിച്ചൊരു മരണം നമ്മുടെ തൊട്ടടുത്തുണ്ട്, നമ്മുടെ തൊണ്ടക്കുഴിയോട് അടുത്ത് നിൽക്കുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ ചെരുപ്പിന്റെ വാറ് കാലിനോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്ര അടുത്ത് നിന്റെ മരണമുണ്ട്. ആ മരണത്തിനു വേണ്ടി ഒരുങ്ങണമെന്നാ പറയാനുള്ളത്.